നമ്മൾ സുന്ദരന് ഉമ്മ വെക്കുന്നു. ബൈജുവാണ് ഉമ്മ വയ്ക്കാൻ പോകുന്നത്. അല്ല, ഈ പ്രോഗ്രാം ടെലികാസ്റ്റിന് അന്ന് മറ്റേ എന്റെ ഭാര്യ കാണാൻ കേട്ടോ. സപ്ത നക്ഷത്ര ഭക്ഷണശാലയിലെ പ്രധാന കുശിനിക്കാരൻ. പന്തലിട്ട് പൊട്ടു തൊട്ട് ഞാനിരുന്നു, പാലപ്പൂ തുമ്പികളോ കൂട്ടിരുന്നു, കണ്ണാടിപ്പുഴ
മനസ്സാകെ നിലാവ്. തിരുവാവണി രാവെന്നല്ലേ? അത് അവർക്ക്. നമുക്ക് തിരുവാതിര കഴിഞ്ഞാലും കൊണ്ട് തിരുവാതിര രാവ് മതി. എന്തായാലും സംഭവം പൊളിച്ചു കേട്ടോ. നമ്മള് ഓണം ആയത് ഇപ്പോഴാണ്. ഓണത്തിന്റെ ഓണാഘോഷം നമ്മൾ പകുതി വഴിക്ക് വെച്ച് നിർത്തിയേക്കായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് വേറെ ലെവലാക്കി നമ്മളങ്ങ് കയറും. ഇന്ന് ചതയം പൊളിക്കണം. നമ്മൾ ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് അടക്കാമരത്തിൽ കയറുന്ന ഒരു പരിപാടിയില്ല എന്ന് പറഞ്ഞ ഒരു പകുതി കയറി അടക്കാമരത്തിൽ നമുക്ക് മൊത്തം അങ്ങോട്ട് കയറിയിട്ട് ആ അടക്ക അങ്ങോട്ട് കീപ്പോട്ട് കിട്ടണം. അവിടെ നിന്ന് ഇങ്ങനെ ചുവന്ന തോർത്തെടുത്തോണ്ട് വരണം. അതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൊളി തുടങ്ങിയാലോ? ജയറാമേട്ടൻ റെഡിയാണോ എന്ന് ചോദിച്ചോട്ടെ. ജയറാമേട്ടൻ റെഡിയല്ലേ? ഉഷാറല്ലേ? ഓണാഘോഷത്തിന്റെ വേദിയിൽ ഈ റോക്ക് ആൻഡ് റോളില് ഇനി വരാൻ പോകുന്ന ഒരു അടിപ്പൻ ഗെയിമാണ്. അതെ, നമ്മൾ ഏത് ക്ലബിൽ പോയി കഴിഞ്ഞാലും ഓണാഘോഷത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ഒരു മത്സരമുണ്ട്. ജയറാമേട്ടന്റെ ഓണ ഓർമ്മയിൽ ഈ ഇങ്ങനത്തെ മത്സരങ്ങളിൽ ജയറാമേട്ടൻ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? മത്സരങ്ങളില് പിന്നെ കുറെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഹിമവട്ട മത്സരത്തില് സമ്മാനം കിട്ടിയതാണ്. ഹിമവെട്ട മത്സരം പല മത്സരങ്ങൾ നടക്കും, പക്ഷെ ഹിമവട്ട മത്സരം കണ്ണിങ്ങനെ നോക്കിയിരിക്കുന്നത് ആ സിനിമ കണ്ടിട്ടില്ലേ? കേളി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമായ താരം വാൽ കണ്ണാടി നോക്കി ഭരതേട്ടൻ എഴുതിയ പാട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്രയും നല്ലൊരു ഓർമ്മയൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ജയറാമേട്ടന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മത്സരമാണ് ഇനി സംഘടിപ്പിക്കാനായിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട് സുന്ദരിക്ക് പൊട്ടുതൊടൻ എന്ന് പറയാറുണ്ട്. അതൊക്കെ പഴയതാണ്. നമ്മൾ റോക്ക് ആൻഡ് റോളിൽ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പുതിയത് പിടിക്കണം. പുതിയതാണ്. ഈ തവണ നമ്മുടെ സുന്ദരിക്കല്ല പൊട്ടു തൊടുന്നത്. പിന്നെ നമ്മൾ സുന്ദരന് ഉമ്മ വെക്കും. ഏതാ സുന്ദരൻ? സുന്ദരൻ ആരാ? സുന്ദരൻ. അത് അടിപൊളിയായിരിക്കും. ബൈജുവാണ് ഉമ്മ വയ്ക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിക്കേ, ബൈജുട്ടേട്ടൻ ഉമ്മ വെച്ച ജയറാമേട്ടൻ. ഈ കൊറോണ സമയത്ത് വേണം ഈ മത്സരം. ഇതിന്റെ രസം എന്ന് വെച്ചാല് കാര്യം ബൈജേട്ടനാണോ എന്നൊക്കെ ജയറാമേട്ടൻ ചോദിച്ചെങ്കിലും സുന്ദരൻ ഉമ്മ കൊടുക്കൽ എന്ന് പറയുന്ന സമയത്ത് ഒരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എങ്ങനെയുണ്ടോ അങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ? അത് നല്ല കാര്യം. അത് സുന്ദരിമാർക്ക് എങ്ങനെ നമുക്ക് ലിപ്സ്റ്റിക് കൊടുക്കാം. അവർക്ക് നല്ല റെഡ് ലിപ്സ്റ്റിക് കൊടുത്തിട്ട് ജയറാമേട്ടനെ വന്ന് ഉമ്മ വയ്ക്കുന്നവര്. എന്നിട്ട് ചുണ്ടിനോട് ചേർന്നുള്ള പരമാവധി അടുത്തുള്ള ഉമ്മയ്ക്ക് നമുക്ക് സമ്മാനം കൊടുക്കാം. ഈ പ്രോഗ്രാം ടെലികാസ്റ്റിന് അന്ന് മറ്റേ എന്റെ ഭാര്യ കാണും കേട്ടോ. പേടിക്കണ്ട, ക്ഷമിക്കണം. നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ഒരു നടിയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ജയറാമേട്ടനെ ഉൾപ്പെടുത്തുന്നില്ല. ജയറാമേട്ടന്റെ വലിയൊരു ഫോട്ടോ വെച്ചിട്ട് നമ്മൾ അതിനകത്താണ്. ഒരേ സമയം ജയറാമേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു പോയിട്ടോ. ചേച്ചിയായിട്ട് ഫംഗ്ഷനൊക്കെ പോകുമല്ലോ, മാരേജ് ഫംഗ്ഷൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരുപാട് ലേഡീസ് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആണുങ്ങൾ നമ്മൾ ചെറുതായിട്ട് വായി നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അപ്പൊ ചേച്ചി പറയാറുണ്ടോ മതി മതി നോക്കിയ? അല്ലത് അത് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് എനിക്കത് ഇപ്പോഴും മനസ്സിലാവാത്ത. നമ്മളൊരു കല്യാണത്തിനൊക്കെ പോയി നമ്മുടെ കണ്ണ് ഏറ്റവും നല്ലതിലേക്കല്ല ആദ്യം പോകും. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴും സൈഡിൽ നോക്കിയത് കുറെ കഴിയുമ്പോഴത്തേക്കും അപ്പൊ പോവാം. ആ റെഡ് ബ്ലൗസ് ഇട്ട് അവരെ തന്നെ വായിൽ നോക്കിയിരുന്നു. ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നുള്ളത് ജയറാമേട്ടൻ എല്ലാം കൊണ്ട് നന്നായി അറിയാവുന്ന ഒരാളാണ് പാവി ചേച്ചി. അയ്യോ, അതാണ് അവിടെ ആരെ നോക്കുന്നവരെ കൃത്യമായിട്ട് അറിയാം. അതെ, ജയറാമേട്ടന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, നമുക്കപ്പോ അങ്ങനെയാണെങ്കിൽ മത്സരത്തിലേക്ക് തുടങ്ങിയാലോ? മത്സരം തുടങ്ങാം. കണ്ണ് കെട്ടാനുള്ള ടൂൾസും കിട്ടിയിട്ടുണ്ട്, ചുണ്ടിൽ എഴുതാനുള്ള ടൂൾസും കിട്ടിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്കും റെഡിയാണ്, കണ്ണ് കെട്ടാനുള്ള പരിപാടികളും റെഡിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി 3 സുന്ദരിമാരെ വിളിക്കാം. അതിനുശേഷം വേണം സുന്ദരന് ഉമ്മ വയ്ക്കാൻ. അതെ, 3 സുന്ദരിമാരെ വിളിക്കണമെങ്കിൽ ഈ കൂട്ടത്തിൽ നമുക്ക് അങ്ങനെ വിളിക്കാൻ ഹർഷ, അശ്വതി, ഹരിത. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല ചുവപ്പ് ലിപ്സ്റ്റിക് ആണ്. ഇത് ഇട്ടാലേ അതിനകത്ത് പോയി കൃത്യമായിട്ട് എവിടെയാണ് നമുക്ക് അളന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ലിപ്സ്റ്റിക് ഇട്ട സ്ഥിതിക്ക് നമുക്ക് കണ്ണ് കെട്ടി കൊടുക്കാം. 3 പേരുടെയും കണ്ണ് കെട്ടാം. മൂന്ന് സുന്ദരിമാരും കണ്ണുകെട്ടി കൂടുതൽ സുന്ദരിമാരായിട്ട് നിൽക്കാണ്. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി സുന്ദരനെ വിളിക്കാം. സുന്ദരൻ വരട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ആര് ആദ്യം വരും? ഏറ്റവും ആദ്യം നമുക്ക് ഹരിത തന്നെ വരട്ടെ. ഇതിന്റെ ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാല് വെച്ചിരിക്കുന്ന ഫോട്ടോ ഈ സുന്ദരിമാര് കണ്ടിട്ടില്ല. വെച്ചിരിക്കുന്ന ഫോട്ടോയുടെ അളവ് എത്രയാന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. ഇതൊരു വലിയ ഫോട്ടോയാണോ ചെറിയ ഫോട്ടോയാണെന്ന് അറിയില്ല. ഉമ്മ വെക്കുന്നത് എവിടെയായിരിക്കുന്നു ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഇതാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും രസകരമായ കാര്യം. അതെ, ആദ്യം ഹരിതയാണ് മത്സരിക്കാനായിട്ട് പോകുന്നത്.
കണ്ടുപിടിച്ചോ. അപ്പൊ മത്സരം തുടങ്ങുന്നു. Ready? ഇങ്ങോട്ടോ, ഇങ്ങോട്ട്. പോട്ടെ. കിട്ടി. കണ്ടുപിടിച്ചോ. ബാക്കില് അയ്യേ ബാക്കിൽ പോയി. അയ്യോ ബാക്കാണത്. എന്താ എന്നമ്മാ അത്? ഹരിതയ്ക്ക് ഭയങ്കര ആഗ്രഹം. അന്ന് കെട്ടിയിട്ടേ ഇങ്ങനെ. ജയറാമേട്ടൻ പറഞ്ഞത് കേട്ടോ? കണ്ണ് കെട്ടിയിട്ട് ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ കണ്ണ് കെട്ടാതെ എന്തായിരിക്കും? എന്റെ എക്സ്പീരിയൻസ് വെച്ച് കറക്റ്റ് ആണ്. പക്ഷെ തെറ്റിപ്പോയല്ലോ. നിങ്ങൾ മുമ്പ് പരിചയമുണ്ടോ? രാജേഷ് കടവന്തരൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ച് പറയല്ലേ വെച്ചേ. അയ്യോ എന്റെ അമ്മ ഉണ്ട് ഇവിടെ. അമ്മയെ ഫ്ലോറിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം വരും. എന്തായാലും നമുക്ക് നോക്കിയാലോ ജയറാമേട്ടന്റെ. അല്ല ഇത് വിഷു ആണോ ഓണാണോ? വിഷുവിന് നമ്മള് കണ്ണ് പൊത്തി കൃഷ്ണനെ കാണാൻ പോകില്ലേ? അതുപോലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ചെറിയ കൃഷ്ണനാണ്. ഒരു ചെറിയ കൃഷ്ണനാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ണഴിച്ച് നോക്കാം. എന്നിട്ട് എവിടെയാണ് കറക്റ്റ് ഉമ്മ വെച്ചതെന്ന് ഹരിത തന്നെ കണ്ണ് തുറന്ന് കണ്ടു. So close. അടിപൊളി. I'm proud of myself. 99.9%. ശരി, അപ്പൊ അങ്ങനെയാണ് ഈ ഹരിത തൽക്കാലത്തേക്ക് അവിടെ ചെന്നിരുന്നോളൂ. ഇനി നമുക്ക് ഹർഷ വിടാം. ഹർഷ വിടാം. ശരി, തുടങ്ങിക്കോ. കണ്ടുപിടിക്കും. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കറക്റ്റ് ആയിട്ട് ഉമ്മ കൊടുക്കുക. കറക്റ്റ് ആയിട്ട് കൊടുക്കും. അതെ അതെ. ചോട് കഴിഞ്ഞിട്ട് ലെഫ്റ്റ്. അവിടെ തട്ടി താഴെ പോയി തറയ്ക്കും. പറ്റിയ ആൾക്കാരെ പറഞ്ഞു. കുഴി 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 കുഴി. നേരെ വാ. നേരെയല്ല ലെഫ്റ്റിലോട്ട് വാ. ബാക്കിലേക്ക് അങ്ങനെ വാ, അങ്ങനെ വാ. വെച്ചോ 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 വെച്ചോ. വാ, വാ. വെച്ചോ. പൊട്ടനും ഉമ്മ കൊടുക്കുന്നതല്ല മോനെ. അതെ. സുന്ദരനും ഉമ്മ കൊടുക്കുന്നത്. അതാകില്ല. ഓടാന്ന്. അയ്യോ അവിടെ പോയി കേറല്ലേ. പോരെ പോരെ വാ. ചോട് കൂടി മുമ്പോട്ട് വാ. അയ്യോ വൈകിട്ടേട്ടനെ ചുണ്ടിരുന്ന് വിറയ്ക്കുന്നു. വെച്ചതാ. ചാടല്ലേ ചാടല്ലേ. വാ. ബാക്കില് എഴിച്ചു പോടാന്ന്. പോയി കണ്ടുപിടിച്ചോ. ഈ സ്റ്റേജിൽ എവിടെയുണ്ട്? അയ്യോ ഇന്ന് LED വാണ്. ഇത് ഷോക്ക് അടിക്കേ ഉള്ളു. അതന്നെ. അയ്യോ കാലിന്ന് തുടങ്ങി. വികാരം വിളിക്കുക. കേറി വാടാ കുട്ട. സിനിമയിലായിരുന്നു ഡബിങ് ആർട്ടിസ്റ്റ് കുഴഞ്ഞേനെ. കറക്റ്റ്. മതിയായില്ലെന്ന്. ഒറ്റമ്മയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാ. എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ എവിടെ ഉമ്മ വെച്ചെന്ന്? ഞാൻ ജയറാമേട്ടന്റെ ഹൈറ്റ് വെച്ചിട്ട് പൊങ്ങാണോ ചെയ്തത്? എന്നിട്ട് ഇത് കട്ടൗട്ടാണോ ഇരിക്കുന്നത്? കേട്ടോ. അപ്പൊ എവിടെയായിരിക്കും? ലിപ്പില് ആണോ? അല്ലേ? ലിപ്പിലാണോ കൊടുത്തത്? ലിപ്പിലല്ലേ കൊടുക്കാൻ പറഞ്ഞു? ഇതിനകത്ത് വയറ്റിലാണല്ലോ കൊടുത്തേക്കുന്നത്. അയ്യോ ഇക്ലിയാവൂലായിരുന്നാ. അത് രസം എന്താന്ന് വെച്ചാലേ കാര്യം ഫോട്ടോ ആണെങ്കിലേ ഫോട്ടോയിൽ 2-3 പ്രാവശ്യം ഹർഷകനെ തറവി കഴിഞ്ഞപ്പോ ജയറാമേട്ടൻ ഇങ്ങനെയാണ് വേണമെങ്കിൽ വന്ന് നിൽക്കായിരുന്നു. ഫൈനലിൽ ജയിക്കുന്ന ആർക്ക് റിയൽ കൊടുക്കുന്നുണ്ട് അല്ല ജയറാമേട്ട? അങ്ങനെയാണെങ്കിലേ അടുത്ത ദിവസം എന്റെ കട്ടൗട്ടർ വെക്കണം എന്നുള്ള വൈകിട്ടാണ് പോകുന്നത്. ഹർഷ, നമുക്ക് എന്തായാലും ഒന്ന് കണ്ണ് തുറന്നു നോക്കാം. എവിടെയാണ് നമുക്ക് നോക്കാം.
ഏതാ നിന്റെ എന്റെ ഉമ്മ ഇങ്ങനെയല്ലെന്ന്. എന്റെ ഉമ്മ ഏതാ ഫോറൻസിക്കിന്റെ പരിശോധന ആ താഴത്തെ കാണുന്ന ഉമ്മയല്ലേ, അതാണ് ഹർഷയുടെ ഉമ്മ. കുഞ്ഞും അതിന്റെ തൊട്ട് മേളിൽ കാണുന്ന ഉമ്മയല്ലേ, അതാണ് ഹരിതയുടെ ഉമ്മ. അതാണ് ഹരിതയുടെ ഉമ്മ. ജയറാമേട്ടാ, ഞാൻ തോറ്റാലും എനിക്ക് എന്റെ ഒപ്പം ഒന്ന് ഡാൻസ് കളിക്കാം. മോഹമാണ് ജയറാമേട്ട, സ്വീകരിക്കുന്നില്ലയോ? ലവ് ഡാൻസ് അല്ലേ, അതുപോലെ ലവ് ഡാൻസ്. ഏതായാലും കുഴപ്പമില്ല. ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഏതാണെങ്കിലും ഓക്കെയാണ്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ തുടങ്ങിയാലോ? ആ നേരെ നേരെ സ്വല്പം കൂടെ ലെഫ്റ്റ് അവിടെ പോയ ഫോട്ടോയില് ഉമ്മ വയ്ക്കാൻ പറ്റും. ഇവിടെ വന്ന മനുഷ്യന് അങ്ങനെ വാ വാ വാ. കറക്റ്റ്. യോ പുള്ളി നേരെ 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 പോ. പോട്ടെ. അവിടെ തന്നെ സ്റ്റാൻഡ്. മീറ്റർ വാ. അടുത്ത് വാ വന്നാട്ടെ. വന്നാട്ട ഇരുന്നാട്ട നിന്നാട്ട അവിടെ ഇരിക്കാം. അങ്ങോട്ട് കൈ പുറകിലേക്ക് അടി. ജയറാമേട്ട പിന്നെ ഇത്രയും പേര് ഉമ്മ വെച്ചല്ലേ സൗണ്ട് എഫക്ട്. ഞാനതാ പറയാ. അതായത് എനിക്കിട്ടല്ലോ ആ ശബ്ദം ഈ മറ്റേ ഫ്ലോർ മൊത്തം അങ്ങോട്ട് മുഴങ്ങി. അതാ നീ ആ ഉമ്മ വെച്ചെന്നെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു. അതെ. അതുണ്ടല്ലോ തട്ടിയത് ജയറാമേട്ടനെ ചങ്കിലച്ച. അവിടെ ഒന്നുമല്ല, ഇതിന്റെ ഗ്രാഫിക്സ് ചെയ്യുന്ന ആളിനാണ്. ടെലികാസ്റ്റ് ചെയ്യുമ്പോ പറത്തി വിടണം. എന്നെ ഒന്ന് തുറന്നു. യെസ്. എന്നിട്ട് നീ ഉമ്മ വെച്ചത് പോയി കാണും. ഇതിനകത്ത് ഏതാ ഞാൻ? ഏതായിരിക്കും? ഏതായിരിക്കും? നോക്ക് സാറേ, അപ്പൊ കാണും. ഇപ്പൊ വെച്ചത് കറക്റ്റ് ആണെങ്കിലും നീ ഉമ്മ വെച്ചത് ആ താടിയിലാണ്. നിനക്ക് ആ താടി കുത്തിക്കൊണ്ടില്ല. ആ ചെറുതായിട്ട് അതിന്റെ മുകളിലത്തെ ഉമ്മ ഹർഷയുടെ ഉമ്മയാണ്. ഏറ്റവും ക്ലോസ് ആയിട്ട് ചുണ്ടിലോട് ചേർന്ന് ഉമ്മ വെച്ചത് നമ്മുടെ ഹരിത. ഞാൻ കേട്ടായിരുന്നു പറയണ എക്സ്പീരിയൻസ് കൊണ്ട് ഉമ്മ വെച്ചതാണ്. കള്ളി അങ്ങനത്തെ എക്സ്പീരിയൻസ് അല്ല, ഞാൻ എന്നെ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഉമ്മ വെക്കുന്ന എക്സ്പീരിയൻസ്. അമ്മ അല്ലല്ല, അമ്മ ഇരിക്കുന്നു. അതിപ്പോഴാ മനസ്സിലായത്. പെട്ടെന്ന് അമ്മ ഇല്ലെന്ന് വിചാരിച്ചു. ആദ്യം പറഞ്ഞൊക്കെ മാച്ച് കളഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞ് മാത്രമേ ഉണ്ടാവുള്ളേ. എന്തായാലും അശ്വതി ചെന്നിരുന്നോളൂ. 3 ഉമ്മകളും ഏറ്റുവാങ്ങി. ജയറാമേട്ടന്റെ പടം ഇങ്ങനെ പട്ടമായിരിക്കുന്നുണ്ട്. ഈ മത്സരം നടത്തിയല്ലേ 3 പേരെയാണല്ലോ നമ്മൾ വിളിച്ചത്. അതെ, ഇനിയും പെൺകുട്ടികളുണ്ട്. നമ്മൾ സുന്ദരിമാരെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ബാക്കിയുള്ള സുന്ദരിമാർക്കൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ടു. അതെ, അപ്പൊ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും, ജയറാമേട്ടനെ ഉമ്മ വയ്ക്കണമെന്ന്. ജയറാമേട്ടന് ഉമ്മ വയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ആരൊക്കെയല്ല. ജയറാമേട്ടന് നേരെ ഉമ്മ വയ്ക്കണം. ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജയറാമേട്ടൻ സമ്മതിക്കുവാണെങ്കിൽ ജയറാമേട്ടന് നേരിട്ട് ഉമ്മ കൊടുക്കാം. അതെ, അത്രയും അദമ്യമായ ആഗ്രഹമുള്ള ഏതെങ്കിലും സുന്ദരിമാരുണ്ടെങ്കിൽ എണീറ്റേക്കാം. ജൂഹിക്ക് ഉമ്മ വയ്ക്കണം. ഒന്നുകൂടി വേണ്ട. ഒന്നുകൂടെ അത് വേണ്ട, അത് വേണ്ട. ഇവരെല്ലാം അവർക്കൊരു അവസരമില്ല. എനിക്കൊരു അവസരം തരുമോ? ആരാ? ജയറാമേട്ടൻ ഉമ്മ ഒറ്റടുത്തൊന്നും ഉമ്മ വയ്ക്കാം. ആർക്കെങ്കിലും ഉണ്ടോ? ജയറാമേട്ടന് ഉമ്മ കൊടുക്കാനാ നേരിട്ട് ഉമ്മ കൊടുക്കാൻ. എന്റെ ചക്കിമോളെന്നെ ഉമ്മ വയ്ക്കുന്ന പോലെ ഉള്ളൂ. ബാബു ഇങ്ങനെയാണെന്നറിയാ തോന്നിയത്. ജനലിലൊക്കെ കുരുവി പറന്നു. ഊഹി. സത്യം. അല്ല, ഞാൻ ആദ്യമായിട്ട് ജയറാമേട്ടനെ കണ്ടത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വെച്ചിട്ട് എനിക്കൊരു ഫാൻസി ഡ്രസ്സിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ജയറാമേട്ടനാണ് ട്രോഫി നിനക്ക് പറ്റിയൊരു ട്രോഫി. ആദ്യത്തെ ട്രോഫിയാണോ? ഫസ്റ്റ് ട്രോഫിയാണോ? ഫസ്റ്റ്. ഐശ്വര്യ ഉണ്ടായിരുന്നോ പിന്നീട്? കൊറേ വർഷം മുന്നേ. അതെന്തായിരുന്നു വേഷം? ഫാൻസി ഡ്രസ്. അതൊരു അന്ന് അടയ്ക്കാ കുരുവി. എന്തിനാണ്
അതിനേക്ക് വെച്ചെടുത്ത് കളാ നേരം എന്താണ് അടക്കാഗുരു ഇപ്പൊ അന്ന് കൂത്താടി. കഴിഞ്ഞോ ഞാൻ പോട്ടെ. ചുമ്മാ. ഓക്കെ, നിർത്തി അഭിമാനിച്ച മതിയായി സീറ്റിലേക്ക് തിരിച്ചു. Thank you ഏട്ടാ. ഓണത്തിന് പുലികളിയുണ്ട്, പക്ഷെ പുലിവാല് പിടിക്കല് ഓണത്തിലില്ല. അതെ, എനിക്ക് പെട്ടെന്ന് ശിക്കാരി ചമ്പൂനൊക്കെ ഓർമ്മ വരും. നമുക്ക് ഏതായാലും ഈ പുലിവാല് പിടിക്കുന്ന മത്സരമാണ് ഇനി സംഘടിപ്പിക്കാനായിട്ട് പോകുന്നത്. 2 ടീമുകളായിട്ട് നമ്മൾ തിരിയുന്നു. ആ 2 ടീമുകളിൽ നിന്ന് 3 പേർ വീതം മത്സരിക്കാനായിട്ട് വരുന്നു. 3 പേര് നിരന്ന് നിൽക്കും. ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് നമ്മൾ ഈ വാല് സെറ്റ് ചെയ്ത് കൊടുക്കും. വാല ഏറ്റവും കൂടുതൽ ഉതകുന്ന, വാല ഏറ്റവും കൂടുതൽ ചേരുന്ന ഒരാൾക്കാർക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 ടീമുകൾ കൂടി മത്സരിക്കുമ്പോൾ ആ വാലിൽ പിടിക്കുക എന്നുള്ളതാണ് മത്സരം. മുമ്പിൽ നിൽക്കുന്നയാള് ഏറ്റവും പുറകിലുള്ള ഒരാളുടെ വാല് പിടിക്കണം. അതെ, ഈ ടീമിൽ നിന്ന് സാജൻ സൂര്യ, അർജുൻ, ശ്രീജി. ഹലോ, അതോ ആ ടീമിൽ നിന്ന് ആരെയൊക്കെ വിളിക്കുന്നു? സനുജ, സ്നേഹ, ഹരിത. നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതെ, പക്ഷെ നിങ്ങൾക്ക് എന്താ വാലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് 2 പേർക്കും ഇപ്പൊ വാലുണ്ട്. അതിൽ ഏതായാലും ചോദിക്കാറില്ല, എല്ലാരും ചോദിക്കണേ എന്താ വാലുണ്ടോ. എന്തൊരു മാച്ചിങ് നോക്കി, അത് അറിഞ്ഞു വന്ന പോലെ ഉണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെ സാധാരണ പറയും വാല് കുരുത്തവനാണ്. അല്ല, അർജുൻ ചേട്ടൻ ഒരു വാല് കുരുത്തവനാണ്. അർജുൻ ചേട്ടൻ സീരിയസ് ആയിട്ട് ഇവിടത്തേക്ക് ചേരാത്തൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അവിടെ ഇരുന്നത്. നമ്മളെല്ലാം ഓണത്തിന്റെ ഡ്രസ്സ് ഇട്ടത് പുള്ളി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടായിരുന്ന ഹാജി മുസ്തഫ ട്രസ്റ്റിന്റെ. എവിടെ നോക്കട്ടെ, ബാല് നോക്കട്ടെ, മൊത്തം ഒന്ന് കാണി, ഒന്ന് തിരിഞ്ഞേ. ശരി, അപ്പൊ എന്തായാലും പുലിവാൽ മത്സരം നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അതെ, പുലിവാൽ മത്സരം ആരംഭിക്കുന്നു. Your time starts now. പുലികളി മത്സരമാണ്, അതല്ലാതെ ഓണത്തല്ല. ഈ തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് ചേച്ചിയെ വിളിച്ചോട്ട് പോകട്ടെ. ഇരിക്കണെന്ത് ഈ ചെറുക്കൻ എന്താണ്? അവന്റെ അടുത്ത് പിടിക്കാൻ പറഞ്ഞാല് ഒന്നാമത് ഓപ്പോസിറ്റ് പെണ്ണുങ്ങളും കൂടെ. സനുജയുടെ വാല് പറിച്ചെടുത്താണ് ഈ മത്സരത്തിൽ ഇവർ വിജയിച്ചിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് ആൺപുലികളാണ്. പക്ഷെ മത്സരം അവസാനിക്കുന്നില്ല. ഇനി 2 റൗണ്ട് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഇവരെ വിട്ടതിന് ശേഷം നമുക്ക് അടുത്ത ടീമുകളെ വിളിക്കാം. പുലികളി മത്സരത്തിൽ ഇനി അടുത്തായിട്ട് ഈ ടീമിൽ നിന്ന് വരാനായിട്ട് പോകുന്നു സൈക്കോ രാജേഷ്, ഏഞ്ചൽ, ഹർഷ. ഇനി അപ്പുറത്തെ ടീമിൽ നിന്നും അഖിൽ, വരദ, ജൂഹി, റുസ്തഗി. ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ ഉദ്ദേശിച്ച കളി ഇങ്ങനല്ല. അവസാനം 6 സൈക്കോ. ഇവിടെ ഒരു ടീം ഔട്ടായി. വരദ ഔട്ടായി. വരദയുടെ ടീം ഔട്ടായി. ആര് തള്ളി? നമ്മൾ ഉദ്ദേശിച്ച മത്സരം ഇങ്ങനല്ല. നമ്മൾ പറഞ്ഞതും ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല. എന്റെ കളിയേ ഇങ്ങനെയല്ല. നമുക്ക് മഹാബലിയുടെ അടുത്ത് എന്റെ അഭിപ്രായം ചോദിക്കാം. മഹാബലി വന്നാലും
മത്സരത്തെ കുറിച്ച് മാവേലിക്ക് എന്ത് പറയാനുണ്ട്? ഞാൻ വല്ലതും പറഞ്ഞ കൂടിപ്പോകും. ഈ ഓണക്കാലത്ത് ഒരുപാട് മത്സരങ്ങള് നാട്ടിൻപുറത്ത് നടക്കാറുണ്ട്. അത് ഒരു രസകരമായിട്ടാണ് പര്യവസാനിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇവരെ ആക്രമിക്കുന്ന ഒരു രീതിയായി പോയി ഒരു ടീം കാണിച്ചത്. കുറച്ചുകൂടെ രസകരമായിട്ട് അത് ഒന്നുകൂടെ നടത്തുന്നത് നല്ലതായിരിക്കും. ആക്രമണോത്സുകത ഇച്ചിരി കൂടിപ്പോയി. ക്ലോസിലെടുത്താൽ കിട്ടും. ദൈവളുടെ കയ്യിലുണ്ട്. ഇങ്ങനെ മതിച്ചൂരി കൊണ്ടാ പല്ലും നഖവും ഉപയോഗിച്ചിട്ട് ആക്രമിക്കായിരുന്നു ടീം. അഴിഞ്ഞാടുമായിരുന്നു. ഇങ്ങനെ പിടിച്ചു നിർത്തിട്ട് അവന് നിന്നില്ല. അത് ഞാൻ തോറ്റതിന് ശേഷമല്ലേ? അതെ, ഞാൻ ഇവള് എന്നിട്ട് ഇത് ജയിച്ചെന്നും പറഞ്ഞിരുന്നത് ഓവർ അട്ടഹാസം കണ്ടിട്ട്. ഓണക്കാലമാകുമ്പോൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഒരുപാട് മത്സരങ്ങൾ നടക്കാറുണ്ട്. ആ മത്സരങ്ങളെല്ലാം വാശിയും വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയല്ല, ഒത്തുകൂടുന്നതിനും നമുക്കൊന്ന് ആഹ്ലാദിക്കാനും സന്തോഷിക്കുന്നതിനും വേണ്ടിയാണ് ആ മത്സരങ്ങളെല്ലാം തന്നെ ഓണക്കാലത്ത് നടക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇനിയും എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഇന്നത്തെ ഈ ദിവസം ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വളരെ സന്തോഷം. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കഴിയട്ടെ എന്നും, അതാണ് എന്റെ ആഗ്രഹം. ഇന്ന് പ്രത്യേകിച്ച് ചതയ ദിനമാണ്. അതെ അതെ. ഈ ചതയ ദിനത്തില് എല്ലാവർക്കും എന്റെ ചതയ ദിനാശംസകൾ, അതുപോലെ ഓണാശംസകൾ. ജയറാമേട്ടൻ വന്ന ഈ റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയായിരുന്നു. സത്യം. പക്ഷെ ഈ സദ്യ മാത്രം നമുക്ക് പോരാ. ഓണം എന്ന് പറഞ്ഞാൽ നമ്മള് ഇലയിടണം, എന്നിട്ട് അസലായിട്ടൊരു പിന്നെ നമ്മള് ജയറാമേട്ടൻ വന്നു കഴിഞ്ഞാല് സദ്യ തരാണ്ട് വിടുമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. അത് മാത്രമല്ല, സാധാരണ നമ്മുടെ പാചകക്കാരാണ്, പേര് കേട്ട പാചകക്കാരാണ് സീല് ഈ സദ്യയൊക്കെ ഉണ്ടാക്കാൻ വരുന്നത് ഓണത്തിന്. പക്ഷെ ഇത്തവണ നമ്മൾ ഒരു 7 സ്റ്റാർ ഹോട്ടലിലെ ഷെഫിനെയാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത്. ജയറാമേട്ടൻ വരുന്ന ശരിക്കും ഓണത്തിനൊക്കെ മറ്റൊരു നാടൻ പാചകക്കാരില്ലേ വേണ്ടത്. പക്ഷെ ജയറാമേട്ടനൊക്കെ വരുന്നോണ്ട് കുറച്ചുകൂടെ ഒരു സ്റ്റാർ അല്ലേ വരുന്നത്. സൂപ്പർ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ 7 സ്റ്റാർ ഒരു ഷെഫിനെ, അതാണ് നമ്മുടെ ഒരു രീതി. നമുക്ക് അദ്ദേഹം വന്നിട്ടുണ്ട് ഇവിടെ, അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ ഷെഫ്? ഷെഫ് കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലിൽ എടുപിടി രുചിയോടൊന്നും നാനണ്ടനുരണ്ണിയുമായി ബാബാ. കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലിൽ എടുപിടി രുചിയോടൊന്നും നാനണ്ട. നമസ്കാരം. നമസ്കാരം. ഓ, ആ വരവ് തന്നെ എന്ത് രസമായിരുന്നല്ലേ. അപ്പൊ വന്നപ്പോ തന്നെ അതെന്താണ് അത് അങ്ങനെ? അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെഫ്മാരുടെ ഒരു രീതിയാണോ അത്? ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഫ്രണ്ടിൽ വന്ന് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാണിക്കും. അതെന്താ അങ്ങനെ? ഈ ഫുഡ് കഴിച്ച ആരെങ്കിലും എവിടെയാ അടിക്കണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുവേണ്ടി ഒറ്റ കുഞ്ഞിനെ ഞാൻ അവന്റെ ഉന്നങ്ങോട്ട് തെറ്റിപ്പോയി. മാത്രമേ തൊപ്പി ഇത് കണ്ടോ, തലയുടെ അളവ് അറിയാതിരിക്കാനെ കൊണ്ടുപോയി ഇവിടെ പോയിക്കോളൂ. നമസ്കാരം. നമസ്കാരം. ഞാൻ ചീഫ് ഷെഫ്, 7 സ്റ്റാർ ഹോട്ടലിന്റെ ചീഫ് ഷെഫ്. മനസ്സിലായില്ലേ? മലയാളത്തിൽ പറയാം, സപ്ത നക്ഷത്ര ഭക്ഷണശാലയിലെ പ്രധാന കുശിനിക്കാരൻ. ഈ ഹോട്ടലിലൊക്കെ കയറി വരുമ്പോ എഴുതി വെച്ചിട്ടില്ലേ മൾട്ടി കുശിനിന്ന്, അതിന്റെ ആളാണ് ഞാൻ. മൾട്ടി ക്യൂസിൻ എന്നല്ലേ എഴുതി വെക്കുക. മൾട്ടി കുശിനി എന്ന് പറഞ്ഞാൽ എന്താ? അത് നിങ്ങൾ നാട്ടുകാർക്ക്, ഞങ്ങൾക്ക് മൾട്ടി കുശിനിയാണ്. എന്താ ഈ മൾട്ടി? അതായത് അകത്ത് നോർത്ത് ഇന്ത്യൻ കുശിനി ഉണ്ടാവും, ഇന്ത്യൻ കുശിനി ഉണ്ടാവും, ഈ തമിഴ്നാടൻ കുശിനി ഉണ്ടാവും, പല പല കുശിനികൾ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ മൾട്ടി കുസീൻ അല്ല. ചേട്ടാ, ചേട്ടൻ ഒരുപാട് നാള് എന്റെ റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിൽ ഞാനോ? വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ചേട്ടൻ അവിടെ രുചിയോടെ ഇരുന്ന് കഴിക്കുമ്പോ ഞാൻ ഈ ചില്ലിന്റെ ഇടയിലൂടെ ആർത്തിയോടെ നോക്കി വായിൽ വെള്ളം ഊറി ഇങ്ങനെ നിൽക്കാറുണ്ട്. അവര് കഴിക്കാനും തരാറില്ലേ? എവിടെ തരാൻ? അതായത് രാവിലെ എനിക്ക് വേണ്ടി ഞാൻ ഭക്ഷണം ഉണ്ടാക്കും, തിരിയണ സമയത്ത് ഈ സപ്ലൈർ എടുത്തുകൊണ്ട് വേറെ ആരും കൊടുക്കും. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ നോക്കുന്നു, കൈ എടുക്കുന്ന സമയത്ത് അവർ എടുത്തുകൊണ്ട് പോകും. ഭക്ഷണം കഴിക്കാൻ പോലും കിട്ടാറില്ല. വിശക്കുന്ന ഒരു ഷെഫിന്റെ രോദനം. ഇതൊക്കെ ഞങ്ങളുടെ ഉള്ളിലുള്ള കഥകളാണ്, പുറത്ത് പറയാൻ പാടില്ല. ഇതാകുമ്പോ ആരും കേൾക്കില്ലല്ലോ. പിന്നെ ഞാൻ എല്ലാവരെയും ഞങ്ങളുടെ റെസ്റ്റോറന്റിലേക്ക് സ്വാഗതം ചെയ്യാണ്. സമയം കിട്ടുമ്പോൾ വരണം, നല്ല നല്ല ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ ചേട്ടാ, ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു വിഭവം പറഞ്ഞ് ഇനി വരുമ്പോ എനിക്ക് ചേട്ടന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരാലോ. ഇപ്പൊ നമുക്ക് ഓണായതുകൊണ്ട് വെജിറ്റേറിയൻ അല്ലേ പറയേണ്ടത്? എന്തും ചേട്ടൻ എന്ത് പറയും. ചേട്ടൻ എനിക്കത് ഉണ്ടാക്കി തന്നിട്ട് ചില്ലിന്റെ ഇടയിലൂടെ വായിൽ വെള്ളം ഊറി നോക്കണം. ചേട്ടൻ പറഞ്ഞോ ഏതാ വേണ്ടത്? അപ്പൊ അങ്ങനെയാകുമ്പോ നല്ല നല്ല എന്താ പറയാ, നല്ലൊരു ഒരു രസം വെച്ച് തരും എനിക്ക്. രസം? നമ്മുടെ അതിന്റെ ഒരു കൂട്ടറിയില്ലേ രസത്തിന്റെ? അതായത് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ?
മേക്ക് ചെയ്തോളാം. അതെ, എണ്ണ ആദ്യം ഒഴിച്ചിട്ട് എണ്ണ ആദ്യം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കടുകൊക്കെ അതിനകത്തിട്ട് അതിങ്ങനെ കടകടകടകടാന്ന് പൊട്ടി വരുമ്പോ അതിലെ കുറച്ച് മല്ലിയും അത് പുളിവാളം പുളിയൊക്കെ അതിട്ടിട്ട് കുറച്ച് ഉപ്പ്, ജീരകം കുറച്ച് അത് കഴിഞ്ഞ ശേഷം ഒന്ന് ഇതായി കഴിഞ്ഞ് കുറച്ച് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് ചെറുള്ളി ഇല്ലേ അതും വേണമെങ്കിൽ വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ നല്ല മൂപ്പിച്ചെടുത്തിട്ട് നല്ല കുറച്ച് മഞ്ഞപ്പൊടിയും മറ്റേ കുറച്ച് മുളക് പൊടിയും കൂടിയൊക്കെ ഇട്ട് അതിങ്ങനെ തെളിവായിട്ട് എടുത്ത് എന്തായാലും പാർവതി ചേച്ചി ഭാഗ്യം ചെയ്തതാട്ടോ. അതെന്താ അങ്ങനെ പറയുന്നേ? ഇത്ര വൃത്തിയായിട്ട് പറയണമെങ്കിൽ അടുക്കള കിടന്ന് മാട് പോലെ പണിയെടുക്കുന്നു. അല്ലേ ഇതിനിടയിൽ എപ്പോഴും ഈ സിനിമ അഭിനയിക്കാൻ അതൊക്കെ സെറ്റപ്പ് ആക്കാം. ഞാനിപ്പോ രസത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഷെഫിന്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ സാധനം ഉണ്ടാവില്ലേ, നമ്മളുടേതായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം? ഉണ്ട്. എന്നെ മിക്ക റെസ്റ്റോറന്റിലും വിളിക്കുന്ന ആ ഒരു ഒറ്റ സ്പെഷ്യൽ ഐറ്റം കൊണ്ട്. അതെന്താണ് ചോദിക്കുക? അപ്പൊ അങ്ങനെ അതൊരെണ്ണം ഇന്ന് ഉണ്ടാക്കി തന്നാൽ മതിയല്ലോ. അത് വേറൊന്നുമല്ല, ഗ്രിൽഡ് ചില്ലി വിത്ത് ഓണിയൻ പ്രസ്. ഇങ്ങനെയൊക്കെ പറയുമ്പോ കയ്യടി ഉള്ളതാ എനിക്ക്. ഗ്രിൽഡ് ചില്ലി വിത്ത് ഓണിയൻ പ്രസ്. ജയറാമേട്ട, ഞാൻ ഇത്രയും നാളും ഈ കുക്കറി ഷോ ആയിട്ട് അവിടെ എവിടെയൊക്കെ പോയിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് ഭയങ്കര സംഭവമായിരിക്കും അല്ലേ? ഗ്രിൽഡ് ചില്ലി ഇതുവരെ ചില്ലി വിത്ത് ഓണിയൻ പ്രസ്. ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. എങ്ങനെ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ജസ്റ്റ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഫയർ വരുമ്പോ അത് നമ്മളൊരു ചില്ലി ഇങ്ങനെ ജസ്റ്റ് അതിനെ ഒന്ന് വാട്ടി ഇങ്ങനെ എടുത്തിട്ട് നമ്മള് അനിയനോ? സവാളയുടെ അനിയനില്ലേ, ചെറുള്ളി ജസ്റ്റ് തമ്പ് വെച്ചിങ്ങനെ പ്രസ്. നമ്മള് വാണ്ടഡ് സോൾട്ട്, നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ അങ്ങ് എടുത്തിട്ട് ഇതിങ്ങനെ ഉപ്പിടണ്ടേ? വേണ്ടെന്നല്ല, ഞങ്ങൾ ഷെഫുമാർ ഉപ്പിടുന്നതാണ്, അല്ലാണ്ട് ഇങ്ങനെ കാണിച്ചല്ലേ ഞാൻ ഉപ്പ് ഇങ്ങനെ ഇടുന്ന. കണ്ടല്ലേ വലിയ ഷെഫുമാരൊക്കെ ഇങ്ങനെ ഉപ്പ് നമ്മളിങ്ങനെ അങ്ങ് ഇടണം. ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടുന്നത്. ഞാൻ ഇപ്പൊ പുറത്ത് കാണിക്കുമ്പോ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞങ്ങളുടെ കിച്ചണിൽ ഞാൻ മൊത്തം ക്യാമറ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഇടുള്ളൂ. ഉപ്പ് ഓടിപ്പോയാൽ ഞാനല്ല ഇട്ടെന്ന് പറഞ്ഞ് എനിക്ക് മാറാതെ ഇടാൻ കിട്ടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇത് ചെയ്തത്. അപ്പൊ അങ്ങനെ അത് ജസ്റ്റ് പ്രസ് ചെയ്ത് വായിലല്ല ഓയിൽ അങ്ങനെ ഇത് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രൂട്ട്സ് റൈസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു ചെറിയ ഫ്രൂട്ട്സ് റൈസ് നമുക്ക് കഴിക്കാം. ഫ്രൂട്ട്സ് റൈസ് അയ്യോ, പുള്ളി പറഞ്ഞ മനസ്സിലായ? ഇതെന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായ? ഏട്ടാ, പഴഞ്ചോറിൽ ഉപ്പും പുളിയും ഞവടി കഴിക്കുന്ന കാര്യമാണ് ഈ പുള്ളി പറഞ്ഞോണ്ടിരിക്കുന്നത്. അതാണോ? അങ്ങനെ പഴങ്കഞ്ഞി ഉണ്ടാക്കുന്നാണോ പറഞ്ഞത്? പറയാം നമുക്ക്. അങ്ങനെ പുളി മുളകും ചെറുള്ളി കൈകൊണ്ട് പ്രസ് ചെയ്യുന്നത്. അതാണ് ഭയങ്കര ഡിമാൻഡ് ചേട്ടാ. ആരും അറിയില്ലെന്നുള്ളു. അതാണ് ഒണിയൻ പ്രസ്. അല്ല, അതിനതൊക്കെ പോട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ ഓണസദ്യക്ക് എന്താണ് സ്പെഷ്യൽ? ഇന്നത്തെ ഓണസദ്യക്ക് ഓണസദ്യ വിത്ത് കുലുക്കി പായസം. കുലുക്കി പായസം ലൈഫിൽ കഴിച്ചിട്ടുണ്ടാവില്ല. സർബത്ത് കഴിച്ചിട്ടുണ്ട്. കുലുക്കി സോഡ, കുലുക്കി സർബത്തൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ചേട്ടാ, ഇന്ത്യയിൽ കേരളത്തിൽ ഫസ്റ്റ് ടൈം ഇൻ ദ ഫുഡ്. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ, കാരണം ഈ ഫുഡ് കഴിച്ചു നോക്കണം നിങ്ങൾ. കുലുക്കി പായസം അതിന്റെ എന്താണ് ട്രിക്ക്? എന്താണ് ഇത്ര ഉറക്കം പറഞ്ഞ് ഇവര് കേൾക്കും ചേട്ടാ? ഞാൻ ഇവരോട് പറയാം. അത് വേറൊന്നുമല്ല, ഞാൻ രാവിലെ പായസം ഉണ്ടാക്കിയില്ലേ, പായസം ഉണ്ടാക്കിയപ്പോ തീ കൂടിയിട്ട് ഈ പായസം വെന്ത് ചെരുവത്തിന്റെ അടി പിടിച്ചിട്ടുണ്ട്. ഇനി അത് എടുത്തിട്ട് കുലുക്കിയാൽ മാത്രമേ ഇവർക്ക് പായസമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം പുറത്തു വിടണ്ട. നല്ല പായസം ചേട്ടാ, കുലുക്കി പായസം എന്ത് തരും ചേട്ടാ? എന്റെ സാമ്പാർ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഭയങ്കര രസമാ. രസം എന്റെ അവിയൽ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അയ്യോ, മഹാരസമാ. ആണോ? ഈ പുളിയിഞ്ചി എന്റെ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. രസമാ. പുള്ളിയുടെ രസം കഴിച്ചിട്ടുണ്ടാ? ഒരു രസം. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ 7 സ്റ്റാർ ഹോട്ടലിലെ ഷെഫ് വന്നതിന് ശേഷം 8 കൂട്ടം രസവും കൂട്ടി ഈ കുലുക്കി പായസം കൂട്ടി നമ്മൾ ഇന്ന് ഓണസദ്യ കഴിക്കേണ്ടി വരും. ഫുഡ് വേണ്ടേ? അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് എന്നെ ദേഷ്യം ഈ ഇത്രയും പേരൂടെ ഈ ചൂടാവുമ്പോ ഈ പേടിക്കണ്ടോന്നല്ല. എന്തായാലും ഇവരൊക്കെ സംസാരിച്ചോട്ടെ. അണയാൻ പോണ തീ ആളി കത്തുന്ന് കേട്ടല്ലേ? അതാണ് ഈ നടക്കണത്. എന്താ? എന്റെ സദ്യ കഴിച്ചു കഴിഞ്ഞിട്ടേ ഇവനൊന്ന് ഇങ്ങനെ സംസാരിക്കാൻ പോയിട്ട് ഒന്ന് ചുമക്കണമെങ്കിൽ ഒന്ന് പേടിക്കും കേട്ടാ.
ജയരാമേട്ട കാര്യം പുള്ളിക്കാരൻ പറഞ്ഞ കാര്യത്തിലൊക്കെ നമുക്ക് ചെറിയൊരു അപാകത തോന്നിയെങ്കിലും സദ്യക്ക് അപാകതയില്ല. നമ്മൾ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കും. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന ഓണ സദ്യ ഉണ്ട്. റെഡിയല്ലേ? അപ്പൊ നമ്മുടെ റോക്ക് ആൻഡ് റോൾ കുടുംബത്തിന്റെ ഓണസദ്യ ആരംഭിക്കുകയാണ്. ജയരാമേട്ട ആ സീറ്റിൽ ഇരുന്നാ പോരല്ലോ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അതെ. അങ്ങനെയാണെങ്കിൽ ആരാ വിളമ്പിത്തരിക? ജയറാമേട്ടൻ ഇവിടെ നടുക്ക് വന്നിരിക്കുക. ജയറാമേട്ടന് വേണ്ടിയിട്ട് ഒരു പുൽപ്പായ ഞങ്ങളിവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ മാവേലിയും പിന്നെ അഖിലും കൂടെയും ചേർന്നിട്ട് ഓണസദ്യ വിളമ്പിത്തരും. ഞാൻ ചോദിച്ച രസം അത് റെഡി, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാരാണ് വൈജു ചേട്ടൻ ഇലയിട്ടത്? അതിന് പ്രത്യേകം ഒരു അവാർഡുണ്ട് കേട്ടോ ഇത് കഴിയുമ്പോ. പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈചേട്ടനൊക്കെ ഒരുപക്ഷെ ജയറാമേട്ടന്റെ കൂടെ ഇരുന്ന് ഓണസദ്യ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെ. പക്ഷെ നമ്മുടെ കുറെ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഭാഗ്യമാണ്. ജയറാമേട്ടനോടൊപ്പം ഗംഭീരമായ ഒരു ഓണസദ്യ നമ്മൾ സാംസ്കാരിക നായകനൊപ്പം നമ്മൾ ഓണം. അതെ. ഈ സദ്യയുടെ പിന്നിൽ പ്രവർത്തിച്ച, ഇത് വിളമ്പാനൊക്കെ സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാവേലി തമ്പുരാനും ഒറിജിനൽ നമ്മുടെ ഷെഫിനും നമ്മുടെ ഇപ്പൊ കമഴ്ന്ന് വന്ന് കിച്ചടിയിൽ ഇരുന്നേനെ നോക്കണ്ടേ.